ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒട്ടും ആക്റ്റീവ് അല്ലെന്നോ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ ബിസിനസ് അക്കൗണ്ട് സസ്പെൻഡ് ആയിക്കൊണ്ടിരിക്കുക. MRG തൊപ്പി നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സ് ഈ ഒരു വീഡിയോ കാണാൻ ഇരിക്കുമോ എന്ന് എനിക്ക് അറിയില്ല. ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതുപോലെ തന്നെ തൊപ്പിയുടെ കണ്ടന്റ് ആയതുകൊണ്ട് മാത്രം വീഡിയോ കാണാൻ വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും അങ്ങോട്ട് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. കമന്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറേ ഹൈപ്പ് ഉണ്ട്, അതിലും ക്ലിക്ക് ചെയ്യുക. തൊപ്പിയുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് ആളുകളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞ ഒരു പരമമായ സത്യമുണ്ട്. അത് വേറൊന്നുമല്ല, എല്ലാം കണക്കാണ്, എല്ലാം കണക്കാ. ആരും ഇവിടെ പുണ്യാളന്മാരൊന്നും അല്ല. മനസ്സിലായോ? തൊപ്പി ആയിക്കോട്ടെ, ഷമീർ ആയിക്കോട്ടെ, മറ്റേ മമ്മു ആയിക്കോട്ടെ, എല്ലാം ഒന്നിനൊന്നിന് കണക്കാണെന്നാണ് ചില ആളുകളിൽ നിന്ന് അറിയാൻ സാധിച്ചത്. എന്ന് വെച്ചിട്ട് തൊപ്പി മറ്റേ മൊത്തത്തിൽ മോശക്കാരനായിട്ടുള്ള ഒരു വ്യക്തി, അവന്റെ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന ബാക്കി ആളുകൾക്ക് ചെയ്തു കൊടുത്തതൊന്നും നല്ലതല്ല എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. തൊപ്പി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലേ? ഷമീറെ, മോനോടാണ്, നീ ഇന്ന് ഒരു ക്യാമറ അല്ലെങ്കിൽ ഒരു ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തൊപ്പി കാരണമല്ലേ? ആ ഒരു കാര്യം അതിടയ്ക്ക് നീ മറന്നുപോയാലും വീഡിയോ കാണുന്ന എല്ലാവരും ഓർക്കും കേട്ടോ. അത് നീ മനസ്സിലാക്കണം. പിന്നെ നീ വന്ന് പറഞ്ഞ കാര്യങ്ങൾ തള്ളിക്കളയുന്നില്ലടേ. നീ പറഞ്ഞതിനകത്തൊക്കെ എന്തെങ്കിലും സത്യങ്ങൾ കാണും. അതുപോലെ തന്നെ തൊപ്പി ഇന്നലെ രാത്രിയിൽ വന്ന് കാണിച്ച കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ, പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അതും തള്ളിക്കറിയാൻ പറ്റില്ല കുട്ടാ. അതും ആളുകൾ കേൾക്കും. അതുകൊണ്ട് എല്ലാ പ്രേക്ഷകരോടും, വീഡിയോ കാണുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയാം. മക്കളെ, അല്ലെങ്കിൽ ചേട്ടന്മാരെ, ചേച്ചിമാരെ, പെങ്ങന്മാരെ, എല്ലാവരോടും മനുഷ്യന്മാരാണ്. മനസ്സിലായോ? ഞാനും നിങ്ങളും ഈ തൊപ്പിയും ഷമീറും എല്ലാം മനുഷ്യന്മാരാണ്. നമ്മൾ ആരും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. ആണോ? അത്ര പെർഫെക്റ്റ് ആയിരിക്കണമെങ്കിൽ നമ്മൾ മറ്റേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മാലാഖയായിരിക്കണം, അല്ലേ? നമ്മൾ ആരും മാലാഖമാരല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആരും അത്ര ഡീസൻ്റ് ആണെന്നൊന്നും ഞാനിവിടെ പറയാൻ നിൽക്കുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഇവിടെ കുണ്ടംകളി എന്നൊക്കെ പറഞ്ഞാൽ മുട്ടൻ ആണല്ലോടെ അറിയുന്നത്. എല്ലാരും ഈ കുണ്ടംകളിയിൽ കയറിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തോ അവിടെ നടന്നിരുന്നത്. MRZ തൊപ്പി നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒരു യൂട്യൂബർ, ഒരു ഗെയിം ലൈവ് സ്ട്രീമർ ഒക്കെയാണ്. ആ വ്യക്തി ഒറ്റയ്ക്കാണ് ലൈവ് ഈ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഗെയിമൊക്കെ കളിച്ച് ലൈവ് സ്ട്രീമിംഗ് ഒക്കെ കളിച്ച് അവൻ്റെ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ചെയ്ത് അവൻ്റേതായിട്ടുള്ള തനതായ ശൈലിയിൽ വളർന്നു വന്ന ഒരു വ്യക്തി തന്നെയാണ്. സമ്മതിച്ചേ പറ്റുള്ളൂ, എന്തൊക്കെയാന്ന് പറഞ്ഞാലും. മനസ്സിലായോ? കാശുണ്ടാക്കി, അത് സമ്മതിച്ചു കൊടുത്തല്ലേ പറ്റൂ. കാശുണ്ടാക്കി അവൻ എറണാകുളത്തെങ്ങാണ്ട് കാക്കനാട് ഭാഗത്ത് എന്തോ ഒരു വീടെടുത്ത് കുറേ ആൾക്കാരെ കൂട്ടി അവരുമായിട്ട് പിന്നെയും ലൈവ് സ്ട്രീമിങ്. ആ വന്ന കൂട്ടത്തിലെ ചില ആളുകൾക്ക് അവൻ്റെ തൊപ്പിയുടെ തന്നെ പഴയ ഒരു അക്കൗണ്ട് ഷമീറിന് കൊടുത്ത് അതിൽ വീഡിയോ ചെയ്യിപ്പിക്കാൻ തുടങ്ങി എന്നൊക്കെയാണ് തൊപ്പി പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവൻ ചെയ്തു കൊടുത്തില്ല. അവൻ കാശ് കൊടുത്തില്ല എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഷമീറൊക്കെ വന്നിരുന്ന് തള്ളുന്നതെന്നല്ല, നമുക്കറിയത്തില്ലടേ. തൊപ്പി ഇന്നലെ വന്നിട്ട് ലൈവിൽ നിങ്ങൾ കണ്ടതായിരിക്കും. തൊപ്പി കുറെ മറ്റേ മമ്മൂന് പൈസ അയച്ചു കൊടുത്തതിൻ്റെ ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഈ കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഷമീറിന്റെ വീഡിയോയിൽ മമ്മു ഒക്കെ പറയുന്നുണ്ടായിരുന്നു, അവൻ എനിക്ക് പൈസ തന്നിട്ടുണ്ട്. തന്നത് മൊത്തം വണ്ടിപ്പരിപ്പ് മേടിക്കാനും അത് മേടിക്കാനും ഇത് മേടിക്കാനൊക്കെയാണെന്നാണ് ഇവന്മാർ പറയുന്നത്. സത്യം എന്താണെന്ന് നമുക്കറിയില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരോടുമായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്ന എന്നെ നിങ്ങൾക്ക് അറിയത്തുള്ളൂ, അല്ലേ? അതുപോലെ തന്നെ തൊപ്പിയുടെ ലൈവ് സ്ട്രീമിങ് കാണുന്ന തൊപ്പിയെ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. പേഴ്സണലായിട്ട് ആ വ്യക്തി എന്താണെന്ന് അറിയില്ല. ഷമീർ എന്താണെന്ന് നമുക്കറിയില്ല, മമ്മു എന്താണെന്ന് അറിയില്ല, ആരെ അറിയില്ല. ലൈവ് സ്ട്രീമിങ്ങിലൂടെ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അത് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അതെല്ലാവരും ഒന്ന് ഇടയ്ക്കെങ്കിലും ഒന്ന് ചിന്തിക്കണം. മനസ്സിലായോ? നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ളൊരു കഴിവ് വേണം. ഷമീറിന്റെ വീഡിയോ ഞാനിവിടെ കാണിക്കാൻ എടുക്കുന്നില്ല. ഷമീർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും കേട്ടതാണ്. അതായത് കാശ് കൊടുക്കുന്നില്ല, തൊപ്പിയും വന്നിട്ട് നമ്മുടെ മമ്മും വന്നിട്ട് പൈസ തരുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, റാംബോ ഇടിക്കുമായിരുന്നു, ഷഡ്ഡി കഴിയിപ്പിക്കുമായിരുന്നു. ഇതൊക്കെ പറയുന്ന ഈ ഷമീറിനോടും മമ്മൂനോടും ഒക്കെ എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ ചോദിക്കാൻ. എന്തിനാ ഇതൊക്കെ ചെയ്ത് അവിടെ നിന്നത്? നേരത്തെ പോകാൻ മേലായിരുന്നോ? എന്തിനാ അവിടെ നിന്നത്? ഇതൊക്കെ കണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ അനുഭവിച്ചെന്തിനാ നിന്നത്? നേരത്തെ പോകാൻ മേലായിരുന്നോ? ഞാൻ തന്നെ ഒരു ലൈവിൽ കണ്ടിട്ടുണ്ട്, മറ്റേ അണ്ടർവെയർ ഒക്കെ ഇട്ടിട്ട് ഇന്നേഴ്സ് ഇട്ടിട്ട് നമ്മുടെ ഷമീർ കിടന്ന് തുള്ളുന്നതൊക്കെ. എന്തിനാ അങ്ങനെയൊക്കെ നിന്നു കൊടുത്തത്? നിന്നെ കൊണ്ട് ബലമായിട്ട് ചെയ്യിപ്പിച്ചതാണെന്നൊക്കെയാണ് നീ പറയുന്നത്. എന്തിനു നീ നിന്നു കൊടുത്തു? നിനക്ക് പോകാമായിരുന്നല്ലോ. എനിക്ക് താല്പര്യമില്ലടാ, ഞാൻ പോവാ എന്നും പറഞ്ഞ് നിനക്ക് പോകാമായിരുന്നല്ലോ. എന്തേ നീ പോകില്ല? അവിടെ തന്നെ പിടിച്ചു നിന്നില്ലേ? സ്വന്തമായിട്ട് ചാനലും ഉണ്ട് ഇപ്പോൾ. ഇതൊക്കെ അവിടെ നിന്നോണ്ടല്ലേ. അത് നീ മറന്നാലും നമ്മളാരും മറക്കത്തില്ല കേട്ടോ ഷമീറേ. ഇനി തൊപ്പി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് അത് കേൾക്കാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അറിയണം. ഒന്നാമത്തെ കാര്യം,
എൻ്റെ ഇൻസ്റ്റ അടിച്ച് കളഞ്ഞു. ഓക്കെ, ഷമീറിൻ്റെ ഒരു ഇൻസ്റ്റ ബാൻ അൺബാൻ കമ്പനി ഉണ്ട്, അത് വെച്ചിട്ട് എൻ്റെ ഇൻസ്റ്റ അടിച്ച് കളഞ്ഞു. 3 മാസം മുന്നേ ഗ്യാങ് ഇവിടുന്ന് പിരിയുന്നതിൻ്റെ അതേ ദിവസം ഇതേപോലെ എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം 2 ദിവസം. അന്ന് യാസിർ എന്ന് പറഞ്ഞിട്ടൊരു ഇതിൻ്റെ എല്ലാം പണിയെടുക്കുന്ന ഒരു ചെക്കനാണ് എനിക്ക് തിരിച്ചെടുത്തത്. പക്ഷെ ഇത്തവണ സസ്പെൻഡായിട്ട് തിരിച്ചെടുക്കാൻ ട്രൈ ചെയ്തു. മമ്മൂൻ്റെ ഒന്ന് ഫോക്കസ് ചെയ്യണം. ശരത്തിനൊന്ന് വിളിച്ചേ. ഇതിൽ കുറേ ചെറിയ പേയ്മെൻറ്റ്സ് ഉണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. ചെറിയ പേയ്മെൻറ്റ്സ് നോക്കണ്ട. ഇത് നമ്പർ ലീക്കായാലും നമുക്ക് ഒരു കുഴപ്പമില്ല. മോനിതാ മമ്മൂൻ്റെ അക്കൗണ്ട് ആയത്. മമ്മൂൻ്റെ അക്കൗണ്ടിലേക്ക് ഇത്രയും കാലമായിട്ട് അയച്ചു കൊടുത്ത എല്ലാത്തിൻ്റെയും പൈസ പക്ഷെ അവൻ പൈസ അയക്കും. എൻ്റെ ഗൂഗിൾ പേയിലെല്ലാം നിങ്ങൾ ചോദിക്കുന്ന ഇത് കാണിച്ചു. പക്ഷെ അവൻ പൈസ അയക്കലുണ്ട് മക്കളെ. 10,000 രൂപ 5,000 രൂപ ലോൺ അയക്കും. എന്തിനു വേണ്ടിയിട്ട്? ഓൻ്റെ കാര്യങ്ങൾ, അതായത് ഇവിടെ അടക്കാൻ, എണ്ണ അടിക്കാൻ, ഓനക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ, ഓനക്ക് വേണ്ട അണ്ടിപ്പരിപ്പ് വാങ്ങാൻ, ഓനക്ക് വേണ്ട ഫുഡ് വാങ്ങാൻ. എനിക്ക് 10,000 രൂപ അയച്ചാൽ 3 ദിവസം കൊണ്ട് തരും ഓൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട്. അതിൽ നിന്ന് ഒരു 10 രൂപ 20 രൂപ നമ്മളൊരു ചായയും ഇതും തിന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ 30 രൂപേനെ മേലെ പോകരുത്. ബാക്കി കേൾക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേട്ടല്ലോ, തൊപ്പി ഇന്നലത്തെ ലൈവിൽ കാണിച്ചതാണ് ഈ ഒരു പൈസ ഗൂഗിൾ പേയിൽ കൊടുത്തതിൻ്റെയൊക്കെ. അത് കണ്ടപ്പോൾ എനിക്കും തോന്നി, എടാ ഇത് 300 രൂപയുടെ ഉണ്ട്, 5,000 രൂപയുടെ ഉണ്ട്, ഇടയ്ക്ക് മാത്രം എന്തോ 25,000 കണ്ടു, ബാക്കി പിന്നെ 10 രൂപ വെച്ച് ഒക്കെയാണ്. ഇത് ഓൾറെഡി തൊപ്പി കാണിക്കുന്നതിന് മുമ്പ് തന്നെ തൊപ്പി ഇത് പറഞ്ഞു കഴിഞ്ഞതാണ്. മമ്മു, നീ ഇങ്ങനെ അയച്ചിട്ടുണ്ട്, നീ അയക്കാവൊന്നും ഇരുന്നിട്ടില്ല, പക്ഷെ ഈ അയച്ചത് മൊത്തം നിനക്ക് തന്നെ സാധനങ്ങൾ മേടിക്കാനാണെന്ന് മമ്മു അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇത് കാണുന്ന ആളുകളെല്ലാം, അല്ലെങ്കിൽ ഈ മമ്മുവിൻ്റെയും ഷമീറിൻ്റെയും വീഡിയോ ഫസ്റ്റ് കാണുന്ന ആളുകളെല്ലാം സത്യം പറഞ്ഞാൽ തൊപ്പിയെ പറ്റി അങ്ങോട്ട് കല്ലൊക്കെ വലിച്ചങ്ങോട്ട് എറിയുമായിരുന്നു, ആട്ടും തുപ്പുമായിരുന്നു. തൊപ്പി വന്നിട്ട് പക്ഷേ ഇന്നലത്തെ ലൈവിൽ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് വീഡിയോ പരിപാടികളൊക്കെ കാണിച്ചു, മുഖം ഫേസ് ഒക്കെ ബ്ലർ ചെയ്തിട്ട് കണ്ടായിരുന്നല്ലോ നിങ്ങൾ. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഞാനും കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മമ്മുവും ഷമീറും മാത്രമാണോ തൊപ്പി ഈ പരിപാടിക്കൊക്കെ നിന്നിട്ടുള്ളത്? അവിടെ വേറെ ആരൊക്കെയോ രാത്രി വന്ന് പോവാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ട് തൊപ്പിയെ കല്ലെറിയാനോ നിൽക്കുന്നില്ല. അതൊക്കെ തൊപ്പിയുടെ ഇഷ്ടം. തൊപ്പിയുടെ കാശുണ്ട്, തൊപ്പി കാശ് കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ആ ജോലിക്ക് വരുന്നുണ്ടെങ്കിൽ ഇപ്പം എന്ത് പറയാൻ പറ്റും? അവൻ്റെ കഴിവെന്ന് പറയാം, അവൻ്റെ കാശുള്ളതുകൊണ്ട് അല്ലേ? മനുഷ്യനല്ലേ? മനുഷ്യനാകുമ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ ആരും ഒന്നും ചെയ്യാറില്ലേ? ആരും ചെയ്യാറില്ലേ? മനസ്സിലായോ? ഇതൊക്കെ ഉണ്ട്. പക്ഷേ വേറെ ആളുകളെ വിളിക്കുമ്പോഴത്തേക്ക് ഒരു ചോദ്യം വരും തൊപ്പി. അത് പല ആളുകൾ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെയാണെന്ന് ഒരിക്കലും സ്ഥാപിക്കുന്നില്ല കേട്ടോ. പക്ഷെ അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും ഞെട്ടിപ്പോയി. തൊപ്പി, ആർ യു എ ബൈസെക്ഷൽ? എനിക്കറിയില്ല. ഇങ്ങനെയുള്ള ചില കരക്കമ്പികളൊക്കെ കേൾക്കുന്നു തൊപ്പി. നിങ്ങളെ അറിയാവുന്ന ആളുകൾ തന്നെ ഈ സാധനങ്ങൾ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാനത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. എന്താണ് ഇവന്മാരൊക്കെ ഇങ്ങനെ പറയുന്നത് എന്നൊരു സാധനം എനിക്കൊരു നിമിഷം വന്നു. പക്ഷേ പറയുന്നതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ തൊപ്പി? അതും കൂടെ പറയണം. ഇനിയിപ്പം മിക്കവാറും മറ്റേ എന്താണ് ഷമീറും തൊപ്പിയും കൂടെ, ഷമീറും മറ്റേ മമ്മു എല്ലാം കൂടെ വന്നിരിക്കുന്ന ലൈവില് അവന്മാരുടെ വല്ല വീഡിയോ ക്ലിപ്പും ഒക്കെ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവന്മാരെടുത്തിട്ട് കഴിഞ്ഞാൽ തൊപ്പി തീരും. മനസ്സിലായോ? കാരണം തൊപ്പിയായിട്ട് ഇവിടെ അവന്മാരുടെ കുറച്ച് സാധനങ്ങൾ കാണിച്ചു കൊടുത്തു. ഇനി അവന്മാർ വന്നിട്ട് എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ കൺഫ്യൂസ്ഡാ. നിങ്ങൾ കൺഫ്യൂസ്ഡ് അല്ലേ? തൊപ്പിയുടെയൊക്കെ സ്ഥിരം ഇഷ്ടംപോലെ ആളുകളുണ്ട് സ്നേഹിക്കുന്നവർ. നിങ്ങൾ കൺഫ്യൂസ്ഡ് അല്ലേ ഈ ഒരു പരിപാടിയൊക്കെ കണ്ടിട്ട്? അതോ കംപ്ലീറ്റ്ലി അയ്യോ തൊപ്പിയണ്ണ എന്ന് പറഞ്ഞിരിക്കുവാണോ? അല്ല, അങ്ങനെ ഇരിക്കേണ്ട കാര്യമുണ്ടോ മക്കളെ? ഞാനതാ തുടക്കത്തിലേ പറഞ്ഞത്. നമുക്ക് ആരെയും പേഴ്സണലി അറിയത്തില്ല, ഇവരാരെയും നമുക്കറിയത്തില്ല. ഈ സ്ക്രീനിലൂടെ നിങ്ങൾ കാണുന്നത് മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. ഇതിൻ്റെ ബാക്കിൽ എന്താ നടക്കുന്നത് എന്തെങ്കിലും അതൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എപ്പോഴും ഈ ഫാനിസം തലക്കി പിടിച്ച് നടക്കാൻ. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ നാളെ നമ്മൾ തന്നെ കമൻ്റ് ഇടും, ഇവനെ നമ്മൾ ഇങ്ങനെയല്ല കണ്ടത്, അബദ്ധം പറ്റിപ്പോയി. മനസ്സിലായോ? നമ്മൾ തന്നെ പറയും. അത് പറയാതിരിക്കാൻ നോക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. ബാക്കി നമുക്ക് കാണാം. അതായത് 3 മാസം മുന്നേ ഗ്യാങ് പിരിയാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ല. ഇത് കുറച്ച് ഡാർക്ക് ആയിരിക്കും, ഒന്ന് പിടിച്ചിരുന്നോ, ഇത് കേൾക്കുമ്പോൾ ഡൈജസ്റ്റ് ആകാൻ പാടായിരിക്കും. ഓക്കെ, പക്ഷേ എല്ലാത്തിനും ക്ലിയർ കട്ട് പ്രൂഫ് ഞാൻ കാണിച്ചു തരും. ഓക്കെ, 3 മാസം മുന്നേ ഈ ഗ്യാങ് പിരിയാൻ കാരണം ഷമീറാണ്. ഓക്കെ, അത്രയും കാലം ഇല്ലാത്ത ഒരു ഗ്രീഡും ഒരു അത്യാഗ്രഹവും ഷമീറിന് വന്നു. അന്ന് ഷമീറിനെ ഞാൻ അത്രയും എഫേർട്ട് ഇട്ട് അത്രയും സ്കൈ റോക്കറ്റ്, അതായത് ഓൻ എന്നെക്കാളും ബെറ്റർ ആണെന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് വന്നുപോയി. മനസ്സിലാവും? ഓൻ അത്രയും സ്കൈ റോക്കറ്റ് ചെയ്യണം, ഓൻ അത്രയും മുകളിൽ എത്തണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് വന്നുപോയി. അതിൽ ഞാൻ ഒന്നും നോക്കാണ്ട് മൊത്തം എൻ്റെ വാച്ചിങ് മൊത്തം, എൻ്റെ സ്റ്റോറി, എൻ്റെ റീല് എല്ലാത്തിലും ഇവനെ കൊളാബ്, എൻ്റെ ലൈവ് കഴിഞ്ഞിട്ട് ലൈവിൻ്റെ ഓഡിയൻസ് മൊത്തം അങ്ങോട്ടേക്ക് കൺവേർട്ട്. ഒരു ചില ലൈവുകൾ കൺവേർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ലൈവ് ചെയ്യാണ്ട് ലൈവ് ഓണാക്കി വെച്ചിട്ട് നേരെ ഷമീറിൻ്റെ ലൈവിലേക്ക് പോയിക്കോന്ന് പറഞ്ഞിട്ട് വരെ അങ്ങനെ ഇതാക്കിയിട്ട് പുഷ് ചെയ്തിട്ട് ഇവന് എക്സ്ട്രീം റീച്ച് വന്നു. അതിൽ ഏത് മനുഷ്യനും മാറും. ഓക്കെ, ഗ്രീഡിന് വേണ്ടിയിട്ട് പൈസക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ സഹിക്കും. പക്ഷെ മോനെ, ഇത്രയും ഓനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ എന്നെ കൊന്നിട്ട് അതിൻ്റെ മുകളിൽ കയറി നിൽക്കണം എന്ന് ചിന്തിച്ചില്ലെങ്കിൽ
ഷമീറിൻ്റെ പ്രൂഫ് മൊത്തം ഞാൻ കാണിച്ചില്ല. ഷമീറിൻ്റെ കാര്യം അത് നിങ്ങൾ അറിയണം. മമ്മൂൻ്റെ എല്ലാം അവിടെ നിൽക്കട്ടെ, നമുക്ക് ഷമീറിലേക്ക് കിടക്കാം. ഷമീറിൻ്റെ ആ മുഖം നിങ്ങൾ അറിയണം. ഓക്കെ, ആ ഒരു മുഖം നിങ്ങൾ അറിയണം. പൈസ കിട്ടുമെന്നുള്ള ഉറപ്പ് അവർക്ക് അത്രയും ഉറപ്പായിരുന്നു. എൻ്റെ അടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്താൽ നെഗോഷിയേറ്റ് ചെയ്താൽ എത്ര ലക്ഷമാണെങ്കിലും കിട്ടുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്ന് അവർക്ക് അറിയാം. ഓക്കെ, എൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്നുള്ള ക്ലിയർ കട്ട് ഐഡിയ അവർക്ക്. ക്ലിയർ കട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും അവർക്ക് ഒരു 10 ജീവിതകാലം ജീവിക്കാനുള്ളതിനേക്കാളും കൂടുതൽ എൻ്റെ ഉണ്ട് എന്ന് അവർക്കറിയാം. പക്ഷേ അതിലും കൂടുതൽ എൻ്റെ ഉണ്ട്, അത് വേറെ കാര്യം. അത് ഉണ്ടാ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയതാ. നിന്നൊന്നും പോലെ ബ്ലാക്ക് മെയിൽ. എടാ നീ എന്താണ് പറയുന്നത്? ഇവർ ചെയ്ത പരിപാടി അറിയോ? ഇവർ പറയുന്നത് അറിയോ? ആദിലുണ്ടല്ലോ, 18 വയസ്സാകാത്ത ആദിൽ ഓനെ വെച്ചിട്ട് മുന്നിൽ നിന്ന് നെഗോഷിയേറ്റ് ചെയ്യുക, ബ്ലാക്ക് മെയിൽ ചെയ്യുക. ഞാൻ അവനെ അബ്യൂസ് ചെയ്തെന്ന് പറഞ്ഞ് നാളെ ഇറക്കുന്ന പറയുന്നത്. ഇതുവരെ അത് ഇറക്കില്ല, അത് ഇറക്കുന്ന പറയുന്നത്. മമ്മൂനെ ഞാൻ സെക്സ്വൽ അബ്യൂസ് ചെയ്തെന്ന്. ഞാൻ ഇവിടെ ഡ്രഗ്സ് കൊടുത്ത് ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്തെന്ന്. ഞാൻ ഡ്രഗ്സ് അവർക്ക് ജാസിനെ പറഞ്ഞിട്ടില്ല, ഡ്രഗ്സ് എനിക്ക് തരാൻ നോക്കിയെന്ന്. ബാക്കി കേൾപ്പിക്കാം. തൊപ്പിയും പറയുന്നത് കേട്ടല്ലോ. തൊപ്പി ഇത് പറഞ്ഞു വെക്കുന്നുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ തൊപ്പി, ഇവന്മാർ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും പ്രൂഫുമായിട്ട് നാളെ ഇവന്മാർ വരുമോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ ഇപ്പോഴും തൊപ്പിയെ മറ്റേ മൊത്തത്തിൽ അങ്ങോട്ട് നെഗ്ലക്ട് ചെയ്ത് തള്ളിക്കളയുന്നില്ല. പക്ഷെ ഒരു സംശയമാണ്, നാളെ ഇവന്മാർ വന്നാലോ? ആ പയ്യനെ എന്തോ യൂസ് ചെയ്യുന്ന വീഡിയോ നിങ്ങളെന്തോ കൊടുക്കുന്ന, മനസ്സിലായില്ല? ആ പേര് പറയുന്നുണ്ടല്ലോ ഒരു സാധനത്തിൻ്റെ. ഞാൻ അതിൻ്റെ ഒന്നും പേര് വീണ്ടും എടുത്ത് പറയുന്നില്ല. ഇതിപ്പം വെക്കുമ്പോൾ തന്നെ നമുക്ക് പണി കിട്ടുമോ എന്ന് അറിയത്തില്ല. സോ ഇതൊക്കെ ഇതൊക്കെ ഈ പറയുന്നു തൊപ്പി തന്നെ ഇപ്പോൾ പറയുന്നു, നിങ്ങളെ വിളിച്ചു ഭീഷണിപ്പെടുത്തി ആ പയ്യനെ നിർത്തിയിട്ട്. തൊപ്പി അതിൻ്റെയും കൂടെയൊക്കെ ഒരു പ്രൂഫ്, മനസ്സിലായി, വിത്ത് സോളിഡ് പ്രൂഫ് എടുത്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രോപ്പറായിട്ടുള്ളൊരു ഭീഷണി എന്നുള്ളൊരു സാധനത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ദേഷ്യത്തിൻ്റെ പേരിൽ ഇവന്മാർ ചിലപ്പോൾ നീ പൈസ, നമുക്കറിയത്തില്ല, ഞാൻ ഇപ്പോഴും പറയുന്നു അറിയില്ല, തൊപ്പി ചിലപ്പോൾ പൈസ കൊടുക്കാതെയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തിരിച്ച് അവന്മാരെ എന്തെങ്കിലും പറഞ്ഞൊന്ന് ദേഷ്യം മൂപ്പിച്ചപ്പോൾ അവന്മാർ ചിലപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് വായിന്ന് അറിയത്തില്ല. ഇനി അതല്ല, സ്ഥിരം ഇതും പറഞ്ഞ് ഭീഷണി എന്നുള്ളൊരു സാധനമാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. തൊപ്പി തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, ആ പയ്യനെ അങ്ങനെയൊന്നും അബ്യൂസ് ചെയ്തിട്ടില്ല എന്ന് തൊപ്പിക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ തൊപ്പി പോവുക പോലീസ് സ്റ്റേഷനിൽ. അതാ ചെയ്യേണ്ടത്. എന്താ പക്ഷെ അങ്ങനെയുള്ള ഒരു പരിപാടിയിലോട്ടൊന്നും നീങ്ങ്, അതാ വേണ്ടത്. മനസ്സിലായോ? പിന്നെ എനിക്കൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്, പക്ഷെ അതിപ്പോൾ വേണ്ട, നിങ്ങൾ ബാക്കി കേൾക്ക്, എന്നിട്ട് പറയാം. ഞാൻ ഒരു കാര്യം പറയാൻ, ജീവിതത്തിൽ മുത്തെ കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ മുത്തെ കിട്ടുന്നിരിക്കല്ലോ, നീയെല്ലാം തീരും. ഞാൻ പറഞ്ഞത് കർമ്മയൊന്നും വേണ്ട, ഈ ലൈവ് തീരുന്നതിനുള്ളിൽ നീയെല്ലാം തീരും. മനസ്സിലാവും? അമ്മാതിരി പണിയാ ചെയ്തത് നീയല്ലോ. മനസ്സിലാവും? അതായത് ഞാൻ എൻ്റെ മക്കളെ പോലെ കണ്ട ആൾക്കാർ എന്നെ നെഗോഷിയേറ്റ് ബ്ലാക്ക് മെയിൽ ചെയ്യുക. പുറത്താക്കട്ടെ കഴിച്ച്, ഞാൻ എല്ലാം പുറത്താക്കട്ടെ, തീർക്കട്ടെ ഞാൻ 3 മാസം മുമ്പ് ഇവിടുത്തെ ഗ്യാങ് ഒഴിഞ്ഞ് പോകാനുള്ള കാരണം ഞാൻ പറയട്ടെ. ഡ്രഗ്സ് ഒരിക്കലും ഞാൻ ടോളറേറ്റ് ചെയ്യാത്തൊരു കാര്യം. ഡ്രഗ്സ് എൻ്റെ വീട്ടിൽ ഞാൻ അറിയാണ്ട് കയറ്റി പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തു. പൊലയാടി മോനെ, നിന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ വീട്ടിൽ ഇഷ്യൂ വന്നിട്ടുള്ള. ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യിപ്പിച്ചാൽ അത് എൻ്റെ തലയിലിരിക്കും, എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അത്രയും അമർച്ചമുണ്ട്. ഓക്കെ, 3 മാസം ഫേക്ക് കാണിച്ചരാടാ നാളെ എല്ലാം ഞാൻ ഫേക്ക് ഓടി ഞാൻ കേൾപ്പിച്ചരാം. ഈ വീട്ടിൽ ഡ്രഗ്സ് കയറ്റി, ഓക്കെ, ഡ്രഗ്സ് കയറ്റിട്ട് പിള്ളേർക്കും ഡ്രഗ്സ് കൊടുത്തിട്ട് എന്താ പരിപാടി? എടാ ഇവർ എൻ്റെ തലയിലേക്ക് ഇടാൻ പോകുന്ന സാധനം, അതായത് എൻ്റെ കേസായിട്ട് എന്നെ ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, മമ്മൂനെ ഞാൻ പീഡിപ്പിച്ചു, ഇതെല്ലാം ഇവൻ ചെയ്യുന്ന കാര്യങ്ങളാ. ഇവൻ എന്ത് ചെയ്തെന്നറിയോ? ഇവൻ ഡ്രഗ്സ് കൊടുത്തിട്ട് ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എടാ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഇത് എത്ര ആൾക്കാർ ഫേക്ക് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിത് കാണിക്കാണ്ട് വേറെ വഴിയിൽ, ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഓൻ ചാവേണ്ടി വരും. ബാക്കി ഞാൻ കേൾപ്പിക്കാമേ. നേരത്തെ ഞാൻ ചോദിക്കാൻ പോയൊരു കാര്യം, തൊപ്പിയുടെ ഈ ലൈവ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടവർക്കറിയാം. തൊപ്പി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഞാൻ ആ വിഷ്വൽസ് എല്ലാം കൂടി ഒന്നും കുത്തി കയറ്റുന്നില്ല, ഇത് ഇന്നെങ്കിലും തീരത്തില്ല വീഡിയോ, അതുകൊണ്ടാണ്. തൊപ്പി തന്നെ പറയുന്നുണ്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്, ചില ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ചില ലൈവുകൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തൊപ്പി പറയുന്നുണ്ട്. ഈ ലൈവ് കാണുന്ന ആളുകൾ പലതവണ തൊപ്പി ഇപ്പോൾ നിങ്ങളുടെ ഇന്നലെ ചെയ്ത ലൈവിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ഇടുന്നത് പോലെ കമൻറ്റ് ഇട്ടിട്ടില്ലേ, ഇത് സ്ക്രിപ്റ്റ് അല്ലേ എന്ന് പലതവണ ചോദിച്ചപ്പോഴും തൊപ്പി അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വന്നിട്ട് അതൊക്കെ സ്ക്രിപ്റ്റ് ആയിരുന്നു, ചില വീഡിയോകൾ സ്ക്രിപ്റ്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ തൊപ്പി നിൻ്റെ ഒരു ക്രെഡിബിലിറ്റി എവിടെ പോവുക? മനസ്സിലായോ? അത് മനസ്സിലാക്കണം നീ. ക്രെഡിബിലിറ്റി എവിടെ പോവുക? പിന്നെ ഇപ്പം ഈ പറയുന്ന സാധനം നിൻ്റെ തെളിവുകളുണ്ടെന്നാണ് പറയുന്നത്. എന്തോ സാധനങ്ങൾ അവിടെ കയറ്റി പിള്ളേർക്കൊക്കെ കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പിള്ളേരെയൊക്കെ മറ്റേ വലിച്ചങ്ങോട്ട് വാ തുറന്നു വെച്ചു ആയിരുന്നോ? എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെയൊക്കെ പുറകിൽ തൊപ്പിയുടെ കറുത്ത കൈകൾ എവിടെയൊക്കെ ഉണ്ട് എന്ന് ചില ആളുകൾ പറയുന്നു. തൊപ്പി മനസ്സിലായോ? ചുമ്മാ ലൈവിൽ വന്നിരുന്നിട്ട് അങ്ങോട്ട് കാറിക്കൂവിയിട്ട് കാര്യമില്ല. അവന്മാരിനി അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അവന്മാരും ഇതുപോലുള്ള തെളിവുകൾ തൊപ്പിയായിട്ടാണ് വേറെ പല കാര്യത്തിലേക്ക് നമ്മളെ
ടേൺ ചെയ്യിപ്പിച്ച് വിടുന്നത്. ഒന്ന് ഇപ്പം ഈ പറഞ്ഞ വസ്തു അതിലേക്ക് എത്തിച്ചു, അതുകൂടാതെ അത് ഗ്യാങ് പൊളിയാനുള്ള കാര്യം ടൊപ്പിക്ക് പറയണം, വേറെ മാർഗ്ഗമില്ല, പറഞ്ഞേ പറ്റുള്ളൂ. അപ്പം ഇട്ടതാണെന്ന് മനസ്സിലാക്കാം. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം, ഈ കുണ്ടംകളിയുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, പക്ഷെ അത് പുറത്ത് തൊപ്പിയെ അറിയാവുന്ന ആളുകൾ പോലും പറയുന്നു യു ആർ ലൈക്ക് ദാറ്റ്, നിങ്ങളും അതിലുണ്ട്, അങ്ങനെ കണ്ടിട്ടുണ്ട് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. മിക്കവാറും ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ അവർ ചെയ്യുന്നുണ്ടായിരിക്കും വിത്ത് പ്രൂഫ്. എന്ത് ചെയ്യും തൊപ്പി? അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യും? അവരുടെ കയ്യിലും ഒക്കെ ഉണ്ടെങ്കിലോ? അതാണ് എൻ്റെ സംശയം. ബാക്കി കേൾക്കാം. ഞാനൊരു ഓപ്പൺ ചാലഞ്ച് ആട്ടെ. ഓക്കെ, ഞാൻ പറയുന്നത് കളവാണെങ്കിൽ ഞാൻ ഓപ്പൺ ചാലഞ്ച് ആട്ടെ. ഞാൻ ഡ്രഗ്സ് എന്ന് പറയുന്നുണ്ടല്ലോ, എൻ്റെ ഓപ്പണായിട്ട് ഞാൻ ചലഞ്ച് ചെയ്യാം. ലൈവായിട്ട് ഞാൻ പോയിട്ട് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ബ്ലഡിൽ ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇതാക്കാൻ പറ്റും, അല്ലേ? ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓന് ഒരിക്കലും ഇത് തയ്യാറാവില്ല. ഓക്കെ, ഒരിക്കലും. അങ്ങനെയാണെങ്കിൽ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഓനോട് ഡ്രഗ് ടെസ്റ്റിന് തയ്യാറായിട്ട് വരാൻ പറഞ്ഞു. ഞാനിത് ഓപ്പൺ ചാലഞ്ച് വിളിക്കാം. ഡ്രഗ് ടെസ്റ്റിന് ഓപ്പൺ ആയിട്ട് മുന്നിൽ വാ. ഓക്കെ, അത് പറയുമ്പോൾ എനിക്ക് ഉള്ള പോലെ ഒരു കാര്യം എനിക്ക് പറയണം. എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ആൽക്കഹോൾ ഉണ്ടാവും. ഓക്കെ, ഞാൻ പല ബിസിനസ് മീറ്റിംഗ് എടുക്കുന്നതാണ്. പല ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഞാൻ എല്ലാവരും ഒരു വിസ്കി ചെറിയൊരു പെഗ് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഞാൻ മാത്രം അതിൽ മാറിയിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഡാർക്ക്. ബാക്കി കേൾപ്പിക്കാം. തൊപ്പിയപ്പോൾ പറഞ്ഞു, തൊപ്പി ഇടയ്ക്ക് ഇച്ചിരി കഴിക്കുന്ന ഒരാളാണെന്ന് തൊപ്പി പറഞ്ഞു. ഓക്കെ, പക്ഷേ ബാക്കിയുള്ള സാധനങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് വിശ്വസിക്കാം. തൊപ്പിയെ തള്ളി അങ്ങോട്ട് കളയണ്ട, അല്ലേ? മൊത്തത്തിൽ തള്ളി കളയണ്ട. പക്ഷേ തൊപ്പി ഈ ഓപ്പൺ ചലഞ്ച് എന്നൊക്കെ പറഞ്ഞ് എങ്ങോട്ടേക്കായി പോകുന്നത്? ഇതൊരു നോർമൽ നിങ്ങളുടെ ലൈവിൽ വരുമ്പോൾ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ല, ചെറിയൊരു കേസല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് സംതിങ് എൽസ്. ഇത് കയ്യിൽ നിന്ന് പോകും. അവനെ ഈ ഒരു ടെസ്റ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ തൊപ്പിയുടെ ഒരു സംസാരം കേട്ടിട്ട് എനിക്ക് തോന്നുന്നു സംതിങ് ഈസ് റോങ് കാണും. അതുപോലെ തന്നെ തൊപ്പി റെഡിയാണ് എന്ന് തൊപ്പി പറയുന്നുണ്ട്. അതിനകത്തൊന്ന് മനസ്സിലാക്കാം, തൊപ്പി ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കില്ല. പക്ഷേ തൊപ്പി വീണ്ടും ഞാൻ ചോദിക്കുന്നു, ഇവന്മാരെന്തെങ്കിലും തെളിവും കൊണ്ട് വന്നാൽ, അറിയാതെ പോലും നീ ഇതിനകത്ത് എവിടെയെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ നാളെ നിന്നെ കല്ലെറിയും തൊപ്പി. അത് നീ മനസ്സിലാക്കണം. പിടികിട്ടിയോ? അവന്മാർ പറഞ്ഞ, അല്ലെങ്കിൽ അവന്മാരുടെ വീഡിയോ കുറച്ച് വൈറലായി കഴിഞ്ഞപ്പോൾ തൊപ്പി റിയാക്ട് ചെയ്യാതിരിക്കണം, സംസാരിക്കാതിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. റിയാക്ട് ചെയ്യാതെ സംസാരിക്കാതെ ഒക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്മാർ പറഞ്ഞതെല്ലാം സത്യമാണെന്നേ വരികയുള്ളൂ. പക്ഷേ തൊപ്പി കുറച്ചും കൂടെ ഹാൻഡിൽ ചെയ്തത് ഇന്നലത്തെ ലൈവ് എന്തോ ഇത് വേറെ തരത്തിലേക്ക് പോകുമെന്നുള്ളൊരു സംശയം എനിക്ക്. ഉറപ്പായിട്ടും ഇത് പോകും. തൊപ്പിയുടെ ഭാഗം, തൊപ്പി ഇത്രയും അങ്ങോട്ട് എന്താ ഓപ്പണായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തൊപ്പി പറയുന്നതിനകത്ത് കാര്യമുണ്ടെന്നാണ് ഞാനും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ അറിയുന്നത് അത്ര വെടിപ്പല്ല തൊപ്പി. പിടികിട്ടിയോ? ആൾക്കാർ പുറകെ വന്നാൽ ബാക്കി തൊപ്പി നോക്കേണ്ടി വരും. ബാക്കി കേൾക്കാം. അറിയാത്ത കാണിക്കണോ? അവൻ്റെ ജീവിതം പോവും. ഇത് കഴിഞ്ഞിട്ട് എന്താ അറിയോ? ഇതിന്റെ ബാക്കി എന്താ അറിയോ? മമ്മു എടുത്ത് ചെയ്യാൻ ഇവൻ മമ്മൂനെ ജയിപ്പിക്കുക. ഇവിടെ 3 മാസം ഞാൻ ഒരു കാര്യം പറ്റേ, ഇത് ഞാൻ ആദ്യമായിട്ടാണ്. ഇത് 3 മാസം മുമ്പ് ഞാൻ കണ്ടതാണ്. ഓക്കെ, അതിന് ശേഷം ആ ഷോക്കിൽ ഞാൻ 3 മാസത്തോളം ഞാൻ ഇതെല്ലാം അനുഭവിച്ച് തീർത്തത്. എൻ്റെ മെന്റൽ ട്രോമ നിങ്ങൾ ആലോചിച്ചോ. മമ്മു ഹൗസ് ശരിയാ, മമ്മൂന്റെ വീട് ചോർന്നൊലിക്കുന്ന വീട് തന്നെ. ചോർന്നൊലിക്കുന്നതല്ല, ഓടിട്ട വീടാ മമ്മൂന്റെ. ഓക്കെ, ഓട് മാറ്റേണ്ട കാര്യം ഞാൻ ഓട് മാറ്റേണ്ട, വേറെ വീട്ടിലേക്ക് മാറ്റാന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഈ തന്നയില്ലാത്തവനല്ല വേറെ വീട്ടിലേക്ക് മാറ്റാന്ന് ഞാൻ പറഞ്ഞു. ഓൻ ചെയ്ത് മമ്മൂന്റെ ചതികൾ വേറെ വരാനുണ്ട് കേട്ടോ. മമ്മൂ നിങ്ങൾ വിചാരിക്കുന്ന ആ പാവം ഒന്നും അറിയാത്ത ഒന്നും ബുദ്ധിയില്ലാത്ത ഒരു ബുദ്ധിയില്ലാത്ത ഒരു തങ്ങല കാണുന്നത് മമ്മൂന്റെ ചതികളെല്ലാം വരുന്നുണ്ട്. ഓൻ്റെ വീട് വേറൊരു ചെറിയ വീട് വെച്ച് കൊടുക്കാനല്ല, ഓൾറെഡി പണിത് വെച്ച വീട്ടിലേക്ക് ഓൻ്റെ ഉമ്മാനും ഓൻ്റെ അനിയനും മാറ്റാനാണ് നിന്നത്. മണ്ടത്തരം, വേൾഡ് ലെവൽ മണ്ടത്തരം. ഇവനിത് ഇങ്ങനെയാണെന്ന് എനിക്കറിയോ? ആ സമയത്ത് എന്തോ ഭാഗ്യത്തിന് എന്നോട് ശരത്തോ ആരോ പറഞ്ഞ് അത് ഓട് അങ്ങനെ വലിയ ചോർച്ചൊന്നുമില്ല, സ്ലാബ് ഇട്ടാൽ മതി ആരോ എന്നോട് പറഞ്ഞു, കൂടുതൽ ആരോ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് മാത്രം അതവിടെ ഹോൾഡായി പോയത്. അല്ലെങ്കിൽ ആ വേറെ എൻ്റെ ഒരു വീടും പോയേനെ. വീടിൻ്റെ കഥകളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. കൂടുതലായിട്ട് ഞാൻ അതിനകത്ത് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. മറിച്ച് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അത് വേറെ ഒന്നുമല്ല. ജാസി, നിങ്ങൾക്കറിയാമായിരിക്കും MRZ ജാസി. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവരുടെ ഗ്യാങ്ങിലേക്ക് കുക്കിങ്ങിന് വന്ന് കയറിയ ഒരു വ്യക്തി. ഈ ജാസി വന്ന സമയത്ത് ലൈവിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ജാസിക്ക് വേണ്ട കാശ്, ജാസി നിങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറഞ്ഞു വന്ന ജാസിയാണ്. ആ ജാസി ഇപ്പം എന്തുകൊണ്ടാണ് ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് മമ്മൂൻ്റെയും ഷമീറിൻ്റെയും കൂടെ ഒക്കെ പോയി നിൽക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇവന്മാരി പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു ശരിയുണ്ടോ എന്നൊരു സംശയം തോന്നും. ആ സംശയം എല്ലാം കംപ്ലീറ്റ്ലി തീർക്കുന്നതാണ് ഇന്നലത്തെ ലൈവ്. ഇവന്മാരുടെ പരിപാടി എന്താണ്, ഷമീറും മമ്മും കൂടെ അറിയാലോ, ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ ഈ പരിപാടി. പക്ഷേ എങ്കിലും സംശയം, എന്തിന് ജാസി എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരത്തില്ലേ? അതിനുള്ളൊരു മറുപടി എനിക്ക് തോന്നി. എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ. തൊപ്പി നേരത്തെ പറഞ്ഞ കണക്ക് തൊപ്പിയുടെ അടുക്കൽ പൈസ കുമിഞ്ഞു കൂടുന്നു. തൊപ്പി പറയുന്ന കണക്ക് ഒരു 10 തലമുറയ്ക്ക് അല്ലെങ്കിൽ അതിനും മേളിൽ തിന്നാനുള്ള ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. സോ അത് കണ്ടപ്പോൾ
മനുഷ്യനല്ലേ പുള്ളേ, കാശ്, ആക്രാന്തം, അതിൻ്റെ പുറത്തുള്ള പരിപാടികളാണോ എന്നൊരു സംശയം. അത്രേ പറയാൻ പറ്റുള്ളൂ ജാസിയുടെ കേസിൽ. ആരും അത് പറയുന്ന കേട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ഞാൻ അതൊന്ന് പറഞ്ഞു പോകുന്നത് വിചാരിച്ചത്. പിന്നെ തൊപ്പിക്ക് വീട് വെച്ചു കൊടുക്കാനുണ്ടായിരുന്ന ഒരു പ്ലാൻ, അതൊക്കെ ഇപ്പം വേണ്ട എന്നൊക്കെ തോന്നുന്നു. തൊപ്പി അതൊന്നും ഇനി പറയണ്ട, വിട്ടുകളയുക, അത്രേ ഉള്ളൂ, വിട്ടുകളയുക. ഇപ്പം ചെയ്തു കൊടുത്താലും താങ്കൾക്ക് നഷ്ടമൊന്നും വരാനില്ല, കാരണം അതിന് മാത്രം ഉണ്ടാക്കിയിട്ടിട്ടില്ലേ. കൊണ്ടുപോയി തിന്നട്ടെ, ആ ഒരു മൂഡ് തൊപ്പിക്കെടുക്കാൻ പറ്റും, കാരണം അതിന് മാത്രം ഉണ്ട്. ബാക്കി സ്കാമിന്റെ അതുകൾ വരാണ്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നപ്പോ എന്താ വണ്ടി അയച്ച് ഇവരെന്താ പറയുക, പൈസ കൈമ കിട്ടിയാലേ വരും, 1.5 ലക്ഷം രൂപ പറഞ്ഞു. 1.5 ലക്ഷം ബ്ലാക്ക് മെയിൽ പ്രൊഡ്യൂസർ വിളിച്ച് ഭീഷണിപ്പെടുത്താം. 4 ആൾ കാണാത്ത പടം ഓടാത്ത പടമായിരിക്കും, അതൊന്നും നടക്കാനുള്ള ആവശ്യം, നമുക്ക് പൈസ കിട്ടിയാലേ വരും. ഇങ്ങനെ പൈസ ഇല്ലെങ്കിൽ പ്രൊഡ്യൂസറിന്റെ പടം ചെയ്ത് പൈസ കിട്ടാൻ കൈമ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അതെല്ലാം എടുക്കട്ടെ. ഇവരെ ഈ നേച്ചറാണ് ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ച അതേ സാധനമാണ് അവിടെ സംഭവിച്ചത്. അതായത് ഡ്രഗ് ഉപയോഗിക്കുന്നു, ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, ഭീഷണിപ്പെടുത്തുന്നു. മനസ്സിലാവും. അവിടെ പോയിട്ട് അവിടെ അവർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് സംസാരിച്ചാൽ മമ്മു കട്ടിലിരിക്കുന്നു. ഓക്കെ ഞാൻ പറയാം. ഞാൻ കട്ടിലിൽ കിടക്കുന്നു, മമ്മു കട്ടിലിൽ ഇരിക്കുന്നു. ഓക്കെ, അതായത് അവിടെ ഞാൻ മോന്തക്ക് അടിക്കുകയാണ് ശരിക്കും ചെയ്യേണ്ടത്. മോന്തക്ക് ശരിക്കും അടിക്കുക ചെയ്യേണ്ടത്. അതിന്റെ കാരണം കൂടി കേൾക്കണേ, അതിന്റെ കാരണം കൂടി കേൾക്കണം. വാഷിങ്ങിന് പറഞ്ഞു, ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല, ഇത് കാരണം കൂടി കേൾക്കണം. നിങ്ങൾ ഈ മമ്മൂന്റെ മുഖത്ത് ചവിട്ടി എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചിന്തിക്കുന്നത്? ഞാൻ അവിടെ വെക്കുന്നു, മമ്മ എടുക്കുന്നു, ഞാൻ മറ്റേ ജാക്കി ചാനെ പോലെ ഇതിലേക്ക് ചവിട്ടുന്നു. ഏട്ടാ നമ്മളെല്ലാവരും ചില്ല് ചെയ്ത് ബെഡിൽ കിടക്കുക, മനസ്സിലാവും. അപ്പം എൻ്റെ കാലിൻ്റെ ഭാഗത്ത് ഇവൻ ഇരിക്കുന്നത്, മനസ്സിലാവും. എനിക്ക് എണീച്ച് മൊത്തം അടിക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ചവിട്ട് കൊടുത്തു, ഒറ്റ ചവിട്ട്, ഒരു ചെറിയ ചവിട്ട്. ഓക്കെ, എന്തിന് ഷെയ്ക്കിൻ്റെ വീട്ടിൽ നമ്മൾ എന്തിനു പോയി? ഡേറ്റ് ഇതെല്ലാം അന്വേഷിച്ചേ. അവരെന്താ പറഞ്ഞത്? ഞാൻ എന്തിനു ചവിട്ടിന്ന് അവർ പറഞ്ഞത്? എന്തിനു ചവിട്ടിന്ന് പറഞ്ഞത്? ആ എന്തോ ഇതാക്കാൻ വേണ്ടോ ഇവന് എന്താ സംഭവം? അന്നത്തെ ഡേറ്റ് അടക്കം ചിന്തിച്ചാൽ അന്ന് ആ സമയത്താണ് ഞാൻ എജു താലിം എന്ന് പറഞ്ഞിട്ട് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വീഡിയോ എടുക്കാൻ പോയത്. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയപ്പം അവരൊരു ഐഡിയ പറഞ്ഞു, മമ്മൂനെ പഠിപ്പിച്ചാലോ. ഓക്കെ, മമ്മൂന് വിദ്യാഭ്യാസവും ഇല്ല, മമ്മൂനാണ് ഇങ്ങനത്തെ കുറച്ച് സ്വഭാവങ്ങളുണ്ട്. അതിൽ ഞാൻ പറഞ്ഞില്ല, മറ്റേ ഞരമ്പ സ്വഭാവങ്ങൾ ഞാൻ കാരണം അതെല്ലാം ഞാൻ കവറപ്പ് ചെയ്ത് ഇവനെ നന്നാക്കാൻ നോക്കി ഞാനാ വേണ്ടത്. ഒരിക്കലും നന്നാവില്ല അവനൊന്നും, മനസ്സിലാ, ഒരിക്കലും നന്നാവില്ല. മമ്മൂ ഞാൻ പല പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളോട് ഡിസ്റെസ്പെക്ട് ചെയ്തതിനെ അടിച്ചിട്ടുണ്ട്, മനസ്സിലാ. കുറേ കേസുണ്ട് ഉത്തര. അതിപ്പം ബാംഗ്ലൂർ കേസ് പറയണോ? അത് പറയണോ? പേര് പറയില്ല, പെണ്ണിന് സീനല്ലേ. ഒരു പെണ്ണിനെ പിടിച്ച് ഡോറിന്റെ ഉള്ളിൽ കയറ്റാൻ നോക്കിയ ഇവന്റെ ഈ കുളിസീൻ സ്വഭാവം എന്നല്ല. ഇവൻ ഞാൻ കാരണം മമ്മൂ എന്ന് പറഞ്ഞ ആള് ബുദ്ധിയില്ലാത്ത മണ്ടനൊന്നല്ല. ഇവൻ പണിയെടുക്കാണ്ട് കമന്റ് എഴുതാനും വായിക്കാൻ അറിയില്ല എന്നിട്ട് ഫേക്ക് ചെയ്ത് നടന്നത്. ഈ 2 കൊല്ലം ഇവൻ എഴുതാനും വായിക്കാൻ അറിയില്ല എന്നോട് പറഞ്ഞത്. ഇവനറിയാം. ബാക്കി കേൾപ്പിക്കാൻ അടുത്തത് കണ്ടല്ലോ, ഷഡ്ഡിക്കഥയാണ് വരുന്നത്. അവന്മാർ പറഞ്ഞ കണക്ക്, അതായത് കഴിയിപ്പിച്ചെന്ന്. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് മമ്മൂ, തൊപ്പി പറയുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ സത്യമുണ്ടോ? മോന്തൻ്റെ പണ്ട് പറഞ്ഞതാണ് മണ്ടത്തരത്തിൻ്റെ പുറത്ത്, അതെല്ലാവർക്കും അറിയാം, ഒളിഞ്ഞു നോട്ടം. ഇപ്പം അതാ തൊപ്പി പറയുന്നു, ചില ആളുകളെ വലിച്ച് എന്താ ഇതിനൊന്നും പറയാനില്ല. പിന്നെ തൊപ്പി ചവിട്ടിയെന്ന് പറയുന്നത് എന്തിനാണെന്ന് തൊപ്പി വലുതായിട്ട് അങ്ങോട്ട് വിശദീകരിച്ച് പോകുന്നില്ല. പക്ഷേ നിന്റെ കയ്യിരിപ്പ് അത്ര നല്ലതല്ല എന്ന് നീ തന്നെ പണ്ടേ ആളുകളോട് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും തൊപ്പി പറയുന്ന കേൾക്കും മോനെ, മനസ്സിലായോ? പിന്നെ സ്ത്രീകളോട് ഡിസ്റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം പറയുന്നുണ്ടല്ലോ തൊപ്പി ഡിസ്റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഒരു സംശയം ചോദിച്ചെന്നേ ഉള്ളൂ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ബാക്കി നമുക്ക് കേൾക്കാം. ഷഡ്ഡി കഴുകിച്ചു. ഓക്കെ, ഷഡ്ഡി കഴുകിച്ച കേസ്. എനിക്ക് ഷഡ്ഡി ഞാൻ എന്തെല്ലാം പ്രൂഫ് ആണെന്ന് നിങ്ങൾ ചോദിക്കണം കേട്ടോ. ഇവിടെ ഷഡ്ഡി കഴുകാൻ പറ്റും. ഇവിടെ ഒരാൾ ഷഡ്ഡി മാത്രമായിട്ട് അലക്കാൻ കൊടുക്കുമോ? ഒരാൾ മറ്റൊരാൾക്ക് ഷഡ്ഡി മാത്രമായിട്ട് അലക്കാൻ കൊടുക്കുമോ? അതെന്താ, ഞാൻ ഷഡ്ഡി മാത്രം ഇട്ടിട്ടാണോ ജീവിക്കുന്നത്? ഷഡ്ഡി മാത്രം ഇട്ടിട്ടാണോ ഞാൻ ഡെയിലി നടക്കുന്നത്? ഷഡ്ഡിയാണോ എൻ്റെ? ഒരാൾക്ക് ഡ്രസ്സ് അലക്കാനുണ്ടാകുമ്പോൾ ഷർട്ട്, പാൻറ്, ഷഡ്ഡി, സോക്സ് ഇതൊക്കെ ഉണ്ടാവും. ഈ വീട്ടിൽ 10 പേരുണ്ട്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പണിയെടുക്കും. ഈ മമ്മു പണിയെടുക്കൂല, ജാസി മമ്മു എല്ലാം ഇങ്ങനെ പണിയെടുക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഇവർക്ക് എപ്പോഴെങ്കിലും ടാസ്ക് കൊടുക്കാം. ഓക്കെ, ഇവർക്ക് ഇതൊന്നും ഇഷ്ടമല്ല, മനസ്സിലാവും. ഇവിടെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. ഈ ഡ്രസ്സ്, ഈ എല്ലാം അടങ്ങിയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൊട്ടയിൽ ഈ ഡ്രസ്സ് കൊട്ടാന്ന് പറയുമ്പോൾ വേറെ വിചാരിക്കണ്ട. കൊട്ടാന്ന് പറയുമ്പോൾ വേറെ കുറച്ച് ആൾക്കാർ വരും ചാറ്റിൽ. അതല്ല, ഇത് ബാസ്ക്കറ്റ്. ഓക്കെ, ബാസ്ക്കറ്റ്. അങ്ങനെ ഒരു സംഭവം ബാക്കിയുണ്ടല്ലേ? വേണ്ട, ഇതിപ്പോൾ ഇതാണ് നമ്മളെ ഇത് തീരട്ടെ, എന്നിട്ട് നമുക്ക് അതിലേക്ക് പോവാം. മനസ്സിലായി? കൊട്ടൻ്റെ കേസെല്ലാം അല്ല പിന്നെ പറയണ വേണ്ട, ഒന്നും ചെയ്തൊന്നും അല്ല. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അതൊന്നും ചതിയല്ല, മനസ്സിലാവും? അതൊന്നും ചതിയല്ല. ഇതെന്തൊരു ചതിയാടാ, മരിച്ചാലും കുറക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞ ഈ ബാസ്ക്കറ്റ് എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി തൊട്ടപ്പുറത്ത് ആ വാഷിംഗ് മെഷീനിലേക്ക്, ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിലേക്ക് അങ്ങ് ഇടണം. ഇതാണ് ജോലി, ഇതാണ് ഷഡ്ഡി കഴുകിച്ചെന്നാണ്. ഇത് ആൾക്കാർ കേൾക്കുമ്പോൾ എന്താ ചിന്തിക്കുന്നത്? എൻ്റെ ഷഡ്ഡി ഞാൻ ഇങ്ങനെ തന്നെ ഊരിട്ടേ കഴുകാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുത്തിട്ട് കല്ലിൽ, മറ്റേ പണ്ടത്തെ ഇതുപോലെ കല്ലിൽ ഇങ്ങനെ ഉരച്ച് കഴിപ്പിക്കുന്നത് അല്ലേ? എടാ, ഒരു വീടാകുമ്പോൾ ഒരു ഹോസ്റ്റലാകുമ്പോൾ എങ്ങനെയാ? ഇവിടുത്തെ പണികൾ ആര് ചെയ്യും? ഇവിടെ 10 ആൾക്കാർ വെറുതെ ഇരിക്കുന്നുണ്ട്. പിന്നെ പുറത്തുനിന്ന് സർവൻസിനെ ഞാൻ എന്തിനെടുക്കണം? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് മാറി പണികൾ ചെയ്യും.
ഓക്കെ, തീരെ പണിയില്ലാത്ത ആൾക്കാർ ഇങ്ങനെയുള്ള പണികൾ ചെയ്യും. ഓക്കെ, മെയിൻ ആയിട്ടുള്ള പണികൾ ഇവിടെ ചെയ്യുന്നത് മുനുവും റാംബോവും മൻസൂർക്ക് ഇങ്ങനെ കുറേ ആൾക്കാർ, പേര് പറയാൻ പറ്റുന്ന കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, ഇവർക്കെല്ലാം ജോലികളുണ്ട്, മെയിൻ ആയിട്ടുള്ള ജോലികളുണ്ട്, മീറ്റിംഗ്സും കാര്യങ്ങളും ഫൈനാൻഷ്യൽ ഇതെല്ലാം നോക്കണം. ഈ മമ്മു മണ്ടലിൽ ഇതെല്ലാം ഏൽപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ ഇവിടെയുള്ള ബാക്കിയുള്ള ജോലികൾ ഇതൊക്കെയാ. മനസ്സിലായോ? നീ ഷഡ്ഡി ആയിട്ടിട്ട് നിന്റെ ജോലിയാടാ നായിന്റെ മോനെ, നിന്റെ ജോലിയാണത്. നിന്നെ ഇത്രയും കാലം തീറ്റി പോയിട്ട് ഇത്ര പൈസ എന്നെ കൊണ്ടുപോകണം. നീ എന്നാ പറയടാ, നീ ഞാൻ എൻ്റെ കയ്യിൽ വാങ്ങിയ പൈസന്റെ കണക്ക് നീ പറയണം. ഞാൻ കണക്ക് വെച്ചിട്ടില്ലടാ, അതാണ് ഞാൻ ചെയ്തത്. മാരേജ് എന്ത് സിക്സ് മാരേജാ ഇത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഓന്റെ പെങ്ങളെ കല്യാണം മുന്നിൽ നിന്ന് മൊത്തം ചെലവ് നോക്കി ഞാൻ നടത്താന്ന് പറഞ്ഞതാ. മനസ്സിലാ? ഓന്റെ പെങ്ങളെ മൊത്തം നടത്താനല്ല, അതിന്റെ മൊത്തം ചെലവ് ഓൻ എന്തിടണം, ആ വീട്ടിൽ ഓന്റെ പെങ്ങളെ കല്യാണത്തിന് ഓൻ എത്ര പൈസ ഇടണം അത് മൊത്തം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞതാ. അത് മൊത്തം എൻ്റെ വക ഞാൻ പറഞ്ഞതാ. ഓക്കെ, ഞാൻ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ ഇവൻ ഇമോഷണൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, ഇമോഷണൽ ഇതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെറുതെ എൻ്റെ പെങ്ങളെ കല്യാണത്തിന് ചോദിച്ചപ്പോൾ തന്നില്ല എന്നൊക്കെ. കുട്ടികളുണ്ട്. ജാസിന്റെ PC സ്ക്രിപ്റ്റ് അല്ല, ആ PC ജാസിക്ക് ഞാൻ കൊടുത്തതാണ്. ആ PC ഇപ്പോഴും ഉണ്ട്. ഓക്കെ, ഓൻ പോകുമ്പോൾ ഞാൻ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇത്രയും എന്നെ കൊല്ലാൻ നോക്കിയാൽ ഞാൻ ഇതിനെ കൊടുത്തു വിടണം. ആ PC-ലാണ് ഓൻ ജാസി ലൈവ് തുടങ്ങിയത്. അത്രയും ദിവസം ലൈവ് ചെയ്തുകൊണ്ടിരുന്നത് ജാസി ആ PC-ലാ. മനസ്സിലായോ? എന്നിട്ട് ആ PC ഞാൻ തന്നില്ല, എന്തോ ചിപ്പ് മാറ്റാൻ തിരിച്ചെടുത്ത്. എന്തെല്ലാം കളവ് പറയുമ്പോൾ എങ്ങനെയല്ല ഏതിലേക്കല്ല ഇവൻ പോകുന്നത്. തൊപ്പി, നീ ചെയ്ത തെറ്റെന്താണെന്നറിയോ? കുക്കിങ്ങിന് വിളിച്ചവനെ വരെ നീ പിടിച്ച് ലൈവ് ചെയ്യാൻ ഇരുത്തി. എനിക്ക് അത്രേ പറയാനുള്ളൂ. അതാണ് നീ ചെയ്ത തെറ്റ്. എന്ന് വെച്ചിട്ട് അവന്മാരെല്ലാവരും മറ്റേ മോശക്കാരാണ്, അങ്ങനെയല്ല. അവർ പറഞ്ഞതിനകത്തും എവിടേക്കോ എന്തെങ്കിലുമൊക്കെ ശരി കാണും. അതുപോലെ തന്നെ തൊപ്പി പറയുന്നതിനകത്തും ശരി കാണും. കാരണം എവിടുന്നോ കുറേ പേരെ വിളിച്ച് കയറ്റിയ ഒരാളാണ് തൊപ്പി. മനസ്സിലായോ? തൊപ്പിക്ക് വേണമെങ്കിൽ ചെയ്യാതിരിക്കായിരുന്നു. അവൻ പറഞ്ഞ് നേരത്തെ തന്നെ അവൻ പറഞ്ഞിട്ടുണ്ട്, അവന് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ലൈവ് ചെയ്താൽ മതിയായിരുന്നു. ആൾക്കാർ കാണാൻ കയറിയാനെ അവൻ്റെ ലൈവിന്. ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ വേറെ ടോപ്പിക്സ് എടുത്താലും കുറച്ച് വ്യൂവർഷിപ്പ് അവന് കുറവാണെങ്കിലും ആൾക്കാർ കയറും, പൈസ കിട്ടും തൊപ്പിക്ക്. ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ തൊപ്പിക്ക് പോകായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ അവന്മാർക്ക് ചെയ്തു കൊടുത്ത, അല്ലെങ്കിൽ മമ്മു ഷമീർ, ഈ ജാസി, പ്രത്യേകിച്ച് ജാസി, എൻ്റെ പൊന്നു മോനെ, നീ കുക്ക് ചെയ്യാൻ കയറിയവനല്ലേടാ. എന്നിട്ട് നിനക്ക് പോലും ഒരു പണി ഇല്ലായിരുന്നു എന്നാണ്. കാരണം അവസാനമൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നുന്നു വേറെ ആരൊക്കെയോ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ഭക്ഷണം വെക്കാനും ഒക്കെ. അവിടെ കുക്കിങ്ങിന് വേണ്ടി വിളിച്ചു വരുത്തിയ നിന്നെ പോലും അവൻ പൊക്കിയെടുത്ത് ഒരു PC തന്ന് സ്ട്രീം ചെയ്യാനുള്ള പരിപാടിയിൽ എത്തിച്ചില്ലേ? അത് മറക്കരുതായിരുന്നു. എന്നും വെച്ച് തൊപ്പി മൊത്തത്തിൽ ഡീസൻ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. കഥകൾ പലത് കേൾക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രൂഫ് വരികയാണെങ്കിൽ, കിട്ടുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കാം. ചുമ്മാ വിട്ടിരുന്ന് നമുക്ക് അങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കുന്നു, സത്യമാണോ? താങ്കളും ഈ പറഞ്ഞത് കണക്ക് പല കഥകൾ കേൾക്കുന്നു തൊപ്പി. എനിക്കറിയാൻ പാടില്ല, അങ്ങനൊന്നും ആകാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.